ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, NLP ട്രെയിനർ, ലൈഫ് ഹീലിംഗ് കോച്ച്, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. കൂടുതൽ ആളുകളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രപഞ്ച തത്വം എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊരു തെറ്റായ ധാരണ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിലുള്ള 12 നിയമങ്ങളിൽ ഒരു നിയമം മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ തന്നെ ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്യുന്നവരായിരിക്കാം. വീഡിയോസ് കണ്ടിട്ടും വായിച്ചിട്ടും ഒക്കെ അറിവുകളിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ കുറെ ആളുകൾക്ക് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടും ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാത്തത്? അപ്പോ അതിന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കൂടുതൽ ആൾക്കാരും, അല്ലെ? നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു ജീവിതം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പണം നമ്മുടെ കൈകളിലേക്ക് വരണം. നമ്മളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കണം, ഇഷ്ടപ്പെട്ട വീട് വെക്കണം. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. പരിപൂർണമായ ആരോഗ്യം, ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. അപ്പോ നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ അതിന് റെഡിയാവണം. നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു പറയുന്നു എന്നുള്ളതൊന്നും കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മളിലെ മാറ്റം വരുത്താനുള്ള ഒരു മെത്തേഡാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസിങ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ്സ് പുറത്തു പോയിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരും. ഈ ലോകത്ത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങളത് ഓരോ കാര്യങ്ങളും അട്രാക്ട് ചെയ്യാനായിട്ട്. നമുക്ക് നേടാൻ സാധിക്കാത്ത കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത രീതിയിലേക്ക് മാറാൻ തുടങ്ങും. നമുക്ക് പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ക്ലൻസിങ് ചെയ്യാൻ റെഡി ആവേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് നമ്മളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം? ആദ്യം തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് നമ്മൾ റെഡി ആവണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും? നമ്മളിലുള്ള കുറെ ദേഷ്യങ്ങള്, ഇഷ്ടക്കേടുകള്, വെറുപ്പ്, വൈരാഗ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു കാരണവശാലും ക്ഷമിക്കില്ല എന്നുള്ള ചിന്താഗതി, അല്ലെങ്കിൽ സെൽഫായിട്ട് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ടോക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കാം, എപ്പോഴും നമ്മളെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നല്ലത് വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെ എടുത്ത് പുറത്തേക്ക് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോ നമ്മൾ എന്താണ് ചിന്തിക്കണത്, നമ്മൾ എന്താണ് പ്രവർത്തിക്കണത്, നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു പൂന്തോട്ടമാണ് നിങ്ങളുടെ വീടിന്റെ മുന്നിലുള്ളത്. ആ പൂന്തോട്ടത്തില് നിറയെ പൂമ്പാറ്റകളാണ് വരിക. എന്തുകൊണ്ടാ പൂമ്പാറ്റകൾ വരുന്നത്? അത് നല്ലൊരു പൂന്തോട്ടമായതുകൊണ്ടാണ്. പകരം നിങ്ങളുടെ വീടിന്റെ സൈഡിലുള്ള ഒരു കുപ്പത്തൊട്ടിയിലേക്ക് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? അവിടെ നിറയെ പുഴുക്കളും പ്രാണികളും അല്ലെങ്കിൽ പൊട്ട സ്മെല്ലും ഒക്കെ ആയിരിക്കും അവിടുന്ന് വരിക. പകരം നമ്മളുടെ പൂന്തോട്ടത്തിലാണെങ്കിലോ നമ്മൾ അവിടെ നിറയെ പുഷ്പങ്ങൾ വരും, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എത്രത്തോളം മനോഹരമാക്കണം എന്നുള്ളത്. അതിന് നിങ്ങൾ എത്രത്തോളം ക്ലെൻസിങ് പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്ലെൻസിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
ഞാൻ നടത്താറുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിലാണ് നമ്മളുടെ കോഴ്സുകളെല്ലാം നടത്തുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് നമ്മൾ അതിൽ പരിപൂർണമായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നൽകും എന്നുള്ള ഉറച്ച ആ ഒരു തീരുമാനത്തിൽ നിന്നാണ്. നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് പോലും തോന്നരുത്. കാരണം നമ്മൾ ഒരു കാര്യത്തിനെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോഴാണ് നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വാചകമൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ഇതിനു മുന്നേ നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെ? അത് എന്തുകൊണ്ടാണ് അന്ന് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചത്? നമ്മൾ അതിനെ തീവ്രമായിട്ടാണ് ആഗ്രഹിച്ചത്. തീവ്രമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി തീവ്രമായി തന്നെ ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി വന്നു ചേരും. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാനമായവ തമ്മിലാണ് ആകർഷിക്കുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിനാൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ആകർഷണ നിയമത്തിന്റെ പ്രവർത്തനത്തിന്റെ കുറെ ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ സ്വയം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആഗ്രഹിച്ചതാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണോ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിന്തിക്കും തോറും അത് കൂടുതൽ കൂടുതൽ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അത് നിങ്ങൾക്ക് സമാനമായ കുറെ ചിന്തകൾ നിങ്ങൾക്ക് പിന്നെയും തരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകൾ കൊണ്ട് നിറയും. സാഹചര്യം കൂടുതൽ വഷളാവും. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനാവുകയും ചെയ്യും. മനുഷ്യരായ നമ്മുടെ ജോലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നതാണ്. എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങൾ ഒന്നായ ആകർഷണ നിയമത്തെ നമ്മളിലേക്ക് ആവാഹിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. മാത്രമല്ല, നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾക്ക് ആകർഷിക്കാനുള്ള കഴിവും ഉണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ പ്രതിഫലനമാണ്. അതിനാൽ മഹത്തായ കാര്യങ്ങളും അത്ര തന്നെ മഹത്വമില്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളും ഇതിലെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രമുഖ ചിന്ത എന്തായിരുന്നു എന്ന് അറിയാൻ പ്രയാസമില്ല. കാരണം അത് തന്നെയായിരിക്കും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക ഇത്രയും കാലം. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതുമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. താങ്ക്